രാവിലെ തന്നെ വാതിലൊക്കെ തുറന്ന് നോക്കിയപ്പോഴാണ് മനസ്സിലായത് ഇന്നലെ രാത്രി പെരും മഴയായിരുന്നൂന്ന്. അപ്പോൾ ഞാൻ പത്രമൊക്കെ നോക്കി നേരെ ടേബിളിലേക്ക് കൊണ്ടുവച്ചേ. നമ്മൾ പത്രമൊന്നും വായിക്കാറില്ലേ? വായിക്കാനിട്ടല്ല കേട്ടോ, വായിക്കാൻ സമയം കിട്ടാറില്ല, അതാണ് സത്യം. പിന്നെ നേരെ അടുക്കളയിലോട്ട് വെച്ച് പിടിപ്പിച്ചേ. എന്നിട്ടൊരു തേങ്ങ എടുത്ത് അങ്ങ് പൊട്ടിച്ചേട്ടോ. എന്നിട്ട് അതിൻ്റെ തേങ്ങാ വെള്ളം ഉണ്ടല്ലോ അതങ്ങ് കുടിച്ചേട്ടോ. അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. അപ്പോൾ രാവിലെ തന്നെ തേങ്ങാ വെള്ളം നല്ലതല്ലേ, അങ്ങനെ കുടിച്ചാണേ. പിന്നെ തേങ്ങ ചിരകി വെച്ചിട്ടുണ്ട്. തലേന്ന് ഉണ്ടാക്കിയ നല്ല അയലക്കറി ഉണ്ടായിരുന്നു കേട്ടോ. അത് പെട്ടെന്ന് തന്നെ അടുപ്പത്തോട്ട് വെച്ച് കൊടുത്തു ചൂടാക്കി എടുക്കാൻ വേണ്ടി. ഇന്ന് പുട്ടുണ്ടാക്കാനാണ് പരിപാടി. നല്ല അയലക്കറിയും പുട്ടാണ് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ്. അപ്പോൾ പുട്ടിൻ്റെ കുറ്റിയിലേക്ക് ഞാൻ പുട്ടും പൊടി ഇതാ നിറച്ച് കൊടുത്തിട്ടുണ്ട്. ആവി വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ് കേട്ടോ. അപ്പോൾ അതാ അടിപൊളിയായിട്ട് ആവി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ തള്ളിയിടണ്ടേ. അപ്പോൾ എന്താ ചൂടുപാത്രത്തിലേക്ക് ഞാൻ ഓരോന്നോരോന്നായിട്ട് അങ്ങ് തള്ളിയിട്ടു കേട്ടോ. അടുത്ത പുട്ടും കുറ്റിയിൽ 3 കഷ്ണം പുട്ട് കിട്ടും കേട്ടോ. പിന്നെ 2 കുറ്റി പുട്ട് ഞാൻ ചുടും. എന്താ വെച്ചാൽ ബാക്കിയാവും, ബാക്കിയുള്ളത് വൈകുന്നേരം അങ്ങനെ ചായക്ക് അങ്ങനെ കഴിക്കാറാണ്. അപ്പോൾ എല്ലാം കൂടി ടേബിളിൽ കൊണ്ടുവച്ചു. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് നല്ല സ്ട്രോങ് ചായ ഉണ്ടാക്കിയിട്ടുണ്ട്. നല്ല ഏലക്കൊക്കെ ഇട്ടിട്ടുണ്ടാക്കിയ ചായയാണ് കേട്ടോ. ഞാൻ ഊതി ഊതി അങ്ങ് കുടിക്കുകയാണ്. ഊതി ഊതി കുടിക്കുമ്പോൾ ഒരു പ്രത്യേക തരം ടേസ്റ്റാണ് എനിക്ക് തോന്നാറ്. പിന്നെ മോൻ പോകാൻ വേണ്ടി റെഡി ആയിട്ടുണ്ട്. അവൻ തന്നെ അവൻ്റെ ബുക്കും കാര്യങ്ങളും ടിഫിൻ ബോക്സൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട്. ഇന്ന് ബുധനാഴ്ച ആയതുകൊണ്ട് അവന് കളർ ഡ്രസ്സ് ഇട്ടിട്ടാണ് പോയത്. അങ്ങനെ മോനും ഇച്ചാവും ടാറ്റാ ബൈ ബൈ പറഞ്ഞു പോയേ. ഇന്നത്തെ വിശേഷം ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ ബൈ ബൈ.